2.22 നോക്കാം. Let T from V to W be a linear transformation. Let H subset of capital V. The following are true. T of span of H is equal to span of T of H. In particular, if span of H is equal to V, then span of T of H is equal to R of T. In addition, if T is surjective, then span of T of H is equal to W. അതിൻ്റെ പ്രൂഫ് നമുക്കങ്ങ് നോക്കിയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാവേ. 4 കാര്യങ്ങളാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് അടുത്ത തിയറങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണിത്. ലെറ്റ് എച്ച് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ വി, ഒരു സബ്സെറ്റ്. ഇനി സപ്പോസ് വൈ ഈസ് എനി വെക്റ്റർ ഇൻ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യൂയിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററാണ് വൈ. ദെൻ വൈ ബിലോങ്സ് ടു ടി ഒ സ്പാൻ എച്ച്. വൈ എന്ന് പറയുന്നത് ടി ഒ സ്പാൻ എച്ചിലുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഉള്ളി ഇഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വൈനെ ടി ഓഫ് എന്തായിട്ട് എഴുതാം? സ്പാനച്ചിൽ വരുന്ന ഒരു എലമെൻ്റ് ആയിരിക്കണം അകത്ത് വരുന്നത്. അപ്പോൾ ആൽഫ 1 u1 പ്ലസ് എക്സെട്രാ പ്ലസ് ആൽഫ un. ഈ പറഞ്ഞ ആൽഫ 1 u1 ആ ഒരു സമ്മേഷൻ എന്ന് പറയുന്നത് സ്പാനച്ചിൽ വരുന്നത്. അതായത് ആൽഫകളെല്ലാം എഫിലും വരും, യുകളെല്ലാം എച്ചിലും വരും, അല്ലേ? ടി ബിലോങ്സ് ടു സ്പാനച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൈ ഈസ് ഈക്വൽ ടു ടി അകത്തേക്ക് കൊടുക്കുന്നു, ആൽഫ 1 ടി u1 പ്ലസ് എക്സെട്രാ പ്ലസ് ആൽഫ n ടി un. ഇഫ് ആൻഡ് ഓൺലി ഇഫ് y ബിലോങ്സ് ടു സ്പാൻ ഓഫ് ടി ഓഫ് എച്ച്. അപ്പം ടി ഓഫ് എച്ചിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. ടി യു 1 മുതൽ ടി യു എൻ വരെയുള്ളതല്ല ടി ഓഫ് എച്ചിലെ ആൾക്കാരാണ്. കാരണം യു 1 മുതൽ യു എൻ വരെയുള്ളതല്ല എച്ചിലുള്ളവരാണ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. വൈ ബിലോങ്സ് ടു സ്പാൻ ടി സ്പാൻ എച്ച് ആണെങ്കിൽ വൈ ബിലോങ് ടു സ്പാൻ ടി എച്ച്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ അത് എന്താണ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലെങ്കിലാണ് ഒരു സൈഡ് പ്രൂവ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് പ്രൂവ് ചെയ്യുന്നതൊക്കെ. ഇനി ഇൻ പർട്ടിക്കുലർ ഇഫ് സ്പാൻ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു വി, ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ട് സ്പാൻ ഓഫ് എച്ച് വി ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് എച്ച് കൊണ്ട് നമ്മൾ വീനെ തന്നെ സ്പാൻ ചെയ്യുന്നു. ദെൻ സ്പാൻ ഓഫ് ടി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് കൊണ്ട് നമ്മൾ വീനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, എച്ച് കൊണ്ട് നമുക്ക് വീനെ ഫുള്ള് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ടി ഓഫ് എച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് എച്ചിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റേഞ്ച് ഓഫ് ടിയുടെ ഇത് കിട്ടുമല്ലോ. കാരണം എച്ച് കൊണ്ട് നമുക്ക് വീനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന വീലല്ലേ. അപ്പം ടിയുടെ റേഞ്ചായ ആർ ഓഫ് ടീനെ തന്നെ നമുക്ക് സ്പാനച്ച് കൊണ്ടും സ്പാനച്ചിൻ്റെ ടി എടുത്താലും കിട്ടുമല്ലോ. സ്പാൻ ഓഫ് ടി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ആർ ഓഫ് ടി. കാരണം എച്ച് കൊണ്ട് വീനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ടി ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ അപ്പം എന്ത് കിട്ടും നമുക്ക്? ടി ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ മറ്റേ റേഞ്ച് തന്നെ കിട്ടും. സ്പാൻ ഓഫ് ടി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇനി ആർ ഓഫ് ടി എന്ന് പറയുന്നൊരു സബ്സ്പേസാണ്. അതിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഈക്വൽ ടു ആർ ഓഫ് ടി. അപ്പോൾ സ്പാൻ ഓഫ് ടി ഓഫ് എച്ച് നമുക്ക് ആർ ഓഫ് ടി എന്ന് കിട്ടി. ഇൻ അഡീഷൻ ഇഫ് ടി ഈസ് സർജക്റ്റീവ്, ടി എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണെങ്കിൽ ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ആർ ഓഫ് ടി എന്ന് കിട്ടും. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ടി ഓഫ് എച്ച്. ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, അതായത് ഇഫ് ടി സർജക്റ്റീവ് ആണെങ്കിൽ ദെൻ ഡബ്ല്യു ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ടി ഓഫ് എച്ച്. ഓക്കെ, സബ്ജക്റ്റീവ് ആണെന്ന് റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ് നമുക്കറിയാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, അതിപ്പോൾ സ്പാൻ ഓഫ് ടി ഓഫ് എച്ച് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇഫ് ടി ഓഫ് എച്ച് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആൻഡ് ടി ഇൻജക്റ്റീവ് ഓൺ എച്ചും ആണെങ്കിൽ എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ v1, etc. vn belongs to vr such that v1, etc. tvn are linearly independent, then v1, etc. vn are linearly independent. Let t be injective. t injective ആണ് നമ്മൾ എടുക്കുന്നു. That is if u, v belongs to h and u not equal to v, then tu not equal to tv. t എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് യുവും വിയും എച്ചിനകത്തിലുണ്ട്. യു നോട്ട് ഈക്വൽ ടു വി ആണെങ്കിൽ ദെൻ ടി യു നോട്ട് ഈക്വൽ ടു ടി വി. കാരണം ഇൻജക്റ്റീവിൻ്റെ കണ്ടീഷനാണ്. ലെറ്റ് ടി ഓഫ് എച്ച് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ദെൻ ദി വെക്ടേഴ്സ് ടി യു 1, etc. ടി യു എം ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്
വിചാരിക്കുക. പിന്നെ ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ T1 മുതൽ TUM വരെയുള്ള വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം ടി ഓഫ് എച്ചിലുള്ള ആൾക്കാരല്ലേ ഇതൊക്കെ. ഫോർ എനി ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് U1, UN belongs to H. ടു പ്രൂവ് ദ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് എച്ച്, ഇനി ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. ടി ഇൻജക്റ്റീവും കൂടെ ആകുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെക്ടേഴ്സ് എച്ച് എടുക്കുന്നു. V1, VN എടുക്കുന്നു. അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് എഴുതുന്നു. ഇനി ഇതിലേക്ക് ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? α1 T V1 + X plus α n T Vn equal to T of α1 V1 + X plus α n Vn is equal to T of 0 equal to എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് α1 T V1 + X plus α n T Vn എന്ന് പറയുന്നത് നമുക്ക് 0 ആയി. ഇനി സിൻസ് ദ വെക്ടേഴ്സ് T V1, X T Vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഈ ടി വി വൺ മുതൽ ടി വി എൻ വരെയുള്ള വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ സ്കെയിലാറുകളെല്ലാം 0 എന്ന് കിട്ടി. ഈ സ്കെയിലാർ 0 ആകുമ്പോൾ V1, X VN എന്ന് പറയുന്നത് എന്താ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അത് എച്ച് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അതാണ് രണ്ടാമത്തത്. അടുത്ത മൂന്നാമതായിട്ടുള്ളത് ലെറ്റ് T be ഇൻജക്റ്റീവ് then H is linearly independent if and only if T of H is linearly independent. Suppose T is injective that H is linearly independent. Suppose ആ T എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണ്, that H is linearly independent. T ഇൻജക്റ്റീവ്, H ലീനിയർലി ഇൻഡിപെൻഡൻറ്റും. V1, VN നമ്മൾ H എന്ന് എടുക്കുന്നു. സച്ച് ദാറ്റ് α1 T V1 + X plus α n T Vn equal to 0. അതായത് നമുക്ക് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് കാണിക്കേണ്ടത് ടി എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ടി ഇൻജക്റ്റീവ് ആയിരിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ടി ഓഫ് എച്ചിലെ കുറച്ച് എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷൻ നമുക്ക് 0 ആയിട്ട് എഴുതണം. അതിനുവേണ്ടി V1, VN എടുക്കുന്നു, എച്ചിൽ നിന്ന് എടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വെക്ടേഴ്സ് ആണല്ലോ എപ്പോഴും TV1 മുതൽ TVN വരെ ഉള്ളത്. ടി എച്ചിൽ നിന്ന് എത്ര ആൾക്കാരെ എടുക്കുന്ന കറസ്പോണ്ടിങ് ഇപ്പുറത്ത് V1, VN കാണും എന്നോർത്താൽ മതി. അപ്പോൾ ദെൻ ടി കോമൺ എടുത്ത് കഴിഞ്ഞാൽ ടി ഓഫ് α1 V1 + X plus α n Vn equal to 0 എന്ന് എഴുതാം. സിൻസ് ടി ഈസ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് എപ്പോഴും 0 മാപ്പ് ചെയ്യും, വേറെ ആരും 0 മാപ്പ് ചെയ്യത്തില്ല. 1 1 ആണല്ലോ. അപ്പോൾ α1 V1 + X plus α n Vn 0 എന്ന് കിട്ടും. ഇനി എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ സ്കെയിലാറുകൾ 0 ആയിരിക്കും. അതുകൊണ്ട് ടി ഓഫ് എച്ചും എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. ഇതേ സ്കെയിലാർ ഉപയോഗിച്ചല്ലേ നമ്മൾ അവിടെയും ലീനിയർ കോമ്പിനേഷൻ എഴുതിയത്. ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോസ് ഫ്രം കോൺവേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമതായിട്ടുള്ളത് എച്ച് ബി എ ബേസിസ് ദെൻ ടി ഈസ് ഇൻജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ടി എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എച്ച് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി എന്നെടുക്കുക. ഇഫ് ടി ഈസ് ഇൻജക്റ്റീവ് ദെൻ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടി ഓഫ് എച്ച് ഫോളോസ് ഫ്രം 3. എച്ച് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി ആണെന്ന് വിചാരിക്കുക. ഇഫ് ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ദെൻ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് എച്ച് ബി ബേസിസ് ഓഫ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് വിയുടെ ബേസ്. ഇഫ് ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണെങ്കിൽ ദെൻ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടി ഓഫ് എച്ച് ഫോളോസ് ഫ്രം 3. എച്ച് ബി ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി. ഇഫ് ടി ഈസ് ഇൻജക്റ്റീവ് ദെൻ ദ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടി ഓഫ് എച്ച് ഫോളോസ് ഫ്രം 3. എച്ച് ബി ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി. ഇഫ് ടി ഈസ് ഇൻജക്റ്റീവ് ദെൻ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടി ഓഫ് എച്ച് ഫോളോസ് ഫ്രം 3. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തല്ലോ. കോൺവേഴ്സിൽ സപ്പോസ് ദാറ്റ് ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലെറ്റ് വി ബിലോങ്സ് ടു എൻ ഓഫ് ടി. P belongs to n of t. Then there exists α1, α n and distinct vectors V1, Vn belongs to H such that V is equal to നമുക്ക് എങ്ങനെ എഴുതാം? വിനെ നമുക്ക് α1 V1 + X plus α n Vn എന്ന് എഴുതാം. നാലാമത്തേതിനകത്ത് നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? എച്ച് ബേസിസ് ഓഫ് വി ആണ്, ടി ഇൻജക്റ്റീവ് ആണ്. ഇൻജക്റ്റീവ് ആൻഡ് ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നൾ സ്പേസ് 0 ആണെന്ന് കാണിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇവിടെ നൾ സ്പേസിൻ്റെ കാര്യം പറയുന്നത്. എച്ച് എന്ന് പറയുന്ന ഒരു ബേസിസ് ഓഫ് വി എടുക്കുന്നു. ഇഫ് ടി ഈസ് ഇൻജക്റ്റീവ് ദെൻ ദ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടി ഓഫ് എച്ച് ഫോളോസ് ഫ്രം 3. If T is injective then the linear independence of T of H. H എന്ന് പറയുന്നത് ബേസിസ് ആണ്. എച്ച് ബേസിസ് എന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമല്ലോ.
ഇനി ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണെന്ന് തന്നു കഴിഞ്ഞാൽ ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ ഇമേജ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടി വെച്ച് എന്താവും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. ആൻഡ് ദറ്റ് ഇൻ വി ബിലോങ്സ് ടു എൻ ഓഫ് ടി. നൾ സ്പേസിനകത്ത് നമ്മൾ ഒരു വെക്ടർ എടുക്കുന്നു. ദെയർ ആർ സ്കെയിലേഴ്സ് ആൽഫ 1, ഗോമ എക്സെട്ര ആൽഫ ആൻഡ് ഡിസ്റ്റിങ് വെക്ടേഴ്സ് ബിലോങ്സ് ടു എച്ച് സച്ച് ദാറ്റ് എച്ച് ബേസിസ് ആണല്ലോ. വി നൾ സ്പേസിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ഉള്ളത് തന്നെ, വിയിലുള്ള എലമെൻറ്റ് തന്നെയല്ലേ, വിയുടെ സബ്സെറ്റ് അല്ലേ നൾ സ്പേസ് എന്ന് പറയുന്നത്. വിയിലുള്ള ആൾക്കാരിൽ ആരൊക്കെയാണോ സീറോയോട് മാപ്പ് ചെയ്യുന്നത് അവരാണ് നൾ സ്പേസിലുള്ളത്. അപ്പോൾ വി എന്ന് പറയുന്നത് NOT എടുത്തു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ വിയിലുള്ള ആൾ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ക്യാപിറ്റൽ വിയിലുള്ള ആൾ ആണെങ്കിൽ അതിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. വി സിക്കൽ ആൽഫ ആൻഡ് വി എൻ പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ആൻഡ് വി എൻ എന്ന് എഴുതാം. നൗ ടി വി സിക്കൽ 0 ഇംപ്ലൈസ് ടി വി ഇക്കൽ 0 കാരണം വി എവിടെ നിന്ന് എടുക്കുന്നത്, നൾ സ്പേസിനകത്ത് നിന്ന് എടുക്കുന്നത്. ടി വി സിക്കൽ 0 ഇംപ്ലൈസ് ആൽഫ 1 ടി വി 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ആൻഡ് ടി വി എൻ ഈക്വൽ ടു 0. ഓക്കെ ടി വി നമ്മൾ 2 സൈഡും ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടി വി 0 എന്ന് കിട്ടും. ആൽഫ 1 ടി വി 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ആൻഡ് ടി വി എൻ എന്ന് പറയുന്നത് 0. ഇനി സിൻസ് ടി ഈസ് ഇൻജക്റ്റീവ് ഓൺ എച്ച്, ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ഓൺ എച്ച് ആണെന്നാണ് നമുക്ക് അറിയാൻ തന്നിട്ടുള്ളത്. ദെയർ ആർ നോ റെപ്പറ്റീഷൻസ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ടി വി 1 മുതൽ ടി വി എൻ വരെയുള്ളതിനകത്തിൽ എല്ലാ ആൾക്കാരും ഡിഫറൻ്റ് ആയിരിക്കും, കാരണം ഇൻജക്റ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് ഈ പറഞ്ഞ സ്കെയിലാറുകളെല്ലാം നമുക്ക് 0 കിട്ടും. സ്കെയിലാറുകളെല്ലാം 0 ആണെങ്കിൽ വി എന്താവും, 0 ആവും. അപ്പോൾ നൾ സ്പേസ് 0 ആവും, അതുകൊണ്ട് ടി എന്താവും, ഇൻജക്റ്റീവ് ആവും. ഇത്രയേ ഉള്ളൂ.